ആരൊക്കെ പഠിച്ച കോഴ്സിൽ സ്വിമ്മിംഗ് ഉണ്ടായിരുന്നു. എന്നാൽ ഞങ്ങൾ BFSക്കാർക്ക് സ്വിമ്മിങ്ങും ഉണ്ടായിരുന്നു. നീന്തൽ ഞങ്ങൾക്കതൊരു കമ്പൽസറി പേപ്പർ ആയിരുന്നോ. പൂളിൽ 25 മീറ്റർ ഡീപ്പിൽ നിന്ന് ഷാലോക്ക് നമ്മൾ നീന്തണം. ഹാൻഡിലുള്ള കൈ തൊട്ടോ പൊട്ടി. ഇനി ആ ഇയർ നീന്തി കയറിയില്ലെങ്കിൽ എത്തുന്നത് വരെ നീന്തണം. നീന്തി കയറിയില്ലെങ്കിലോ സർട്ടിഫിക്കറ്റ് കിട്ടൂല. ഒരു സെം ബ്രേക്കിനായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് സ്വിമ്മിംഗ് ക്ലാസ് ഉണ്ടായിരുന്നു. ഒരു മന്ത് ഫുള്ള് നീന്തൽ ഓൺലി. ക്ലാസ് കെട്ടിയത് എങ്ങോട്ടും മുങ്ങാൻ പറ്റില്ല. മുങ്ങാണെങ്കിൽ ആ പൂളിൽ മുങ്ങാം, അത്ര. രാവിലെ എണീക്കുക, ഫ്രഷ് ആവുക, ഫുഡ് കഴിക്കുക, പിന്നെ റെഡിയായി നേരെ കോളേജ് ബസ്സിലോട്ട്. അവിടെ നിന്ന് നമ്മൾ സ്വിമ്മിംഗ് ക്ലാസ്സിന് പോകും. പിന്നെ ബാച്ച് വൈസ് ഗേൾസ് ബോയ്സ് സെപ്പറേറ്റ് 1 to 2 അവർ ഫുൾ സ്വിമ്മിംഗ് ക്ലാസ്. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു വിശപ്പുണ്ട് എൻ്റെ സാറേ. സെം ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ മെസ്സിലെ ഫുഡൊക്കെ ആ സമയത്ത് ഭയങ്കര ഷോക്കായിരുന്നു. നമുക്കതിന് സൊല്യൂഷനുണ്ട്. ഹോട്ടൽ മെസ്ബാനും പിന്നെ നമ്മുടെ കോളേജ്. ഞങ്ങളുടെ സീനിയേഴ്സൊക്കെ ഇതുപോലെ സ്വിമ്മിംഗ് ക്ലാസ്സിന് പോയി ഒരു മാസം കഴിയുമ്പോഴത്തേന് ആകെ ടാൻ അടിച്ച് അവശരായിട്ടൊക്കെ കാണല്. ഭാഗ്യത്തിന് ഇൻഡോർ പൂൾസ് ആയിരുന്നു. ഫുഡിലൊക്കെ കഴിഞ്ഞ് വന്ന് ഒന്ന് റെസ്റ്റ് എടുത്ത് വൈകുന്നേരം ചായയൊക്കെ കുടിച്ച് നടക്കാനൊക്കെ പോയി. രാത്രിയോ പിന്നെ ഫുള്ള് സിനിമ കാണലും കഥ പറച്ചിലും. ആഹാ, എന്തൊരു ലൈഫ്. അങ്ങനെ ഒരു മാസം പോയി എക്സാം എത്തി. അതും 2 ബാച്ചായിട്ടായിരുന്നു. ഫസ്റ്റ് ഡേ വലിയ തട്ടുമുട്ടില്ലാണ്ട് എല്ലാവരും നീന്തി കയറി. സെക്കൻഡ് ഡേ ആയിരുന്നു ജലോത്സവം. നേരത്തെ പറഞ്ഞ പോലെ ഹാൻഡ് റെയിലിൽ പിടിച്ചാൽ നമ്മൾ പൊട്ടും. അതില്ലാതിരിക്കാൻ വേണ്ടി പൂളിന്റെ നടുക്കൊക്കെ ചാടി ചത്താല നീന്തി കയറുമെന്ന് വിചാരിച്ചിരുന്ന മഹതികളുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടലായി, രക്ഷിക്കലായി. ഉണ്ണിമായ ചാടി അരുണേന്ദുനെ രക്ഷിക്കുന്നു, കരക്ക് കയറി അരുണേന്ദു ചാടി അമ്മൂനെ രക്ഷിക്കുന്നു. അങ്ങനെ ഒരു മാസം വീട്ടിൽ പോലും പോവാത്തൊരു സെം ബ്രേക്ക് ആയിരുന്നു കേട്ടോ അത്. പക്ഷെ ഇത്ര എൻജോയ് ചെയ്തൊരു സെം ബ്രേക്കും വേറെ ഉണ്ടാവില്ല.